ചെകുത്താൻ വേദമോതുന്ന പോലെയാണ് മുഖ്യമന്ത്രിയുടെ അഴിമതി വിരുദ്ധ പ്രസംഗമെന്ന പ്രതിപക്ഷ നേതാവ്. രാജ്യ താല്പര്യം ഉയർത്തുന്ന സംസ്ഥാന താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചോദ്യങ്ങൾ അൺസ്റ്റാൻഡാക്കി മാറ്റിയത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. ADGP RSS കൂടിക്കാഴ്ചയടക്കം മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങൾ ഒഴിവാക്കിയതിൽ തുടങ്ങിയതാണ് പ്രശ്നം. ചട്ടപ്രകാരമാണെന്ന് പറഞ്ഞ സ്പീക്കറുടെ ന്യായീകരണം തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള വിഷയങ്ങളും ആണെന്നത് വസ്തുത പരിഗണിച്ചാണ് അവ അൺസ്റ്റാർഡ് ചോദ്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പിന്തുണയെത്തി. ഇവിടെ ബോധപൂർവം സർക്കാരിനെ കൂടി ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചതെന്നാണ് കാണുന്നത്. ഇത് പ്രതിപക്ഷ ബഹളത്തിനിടെ VD സതീശന്റെ മൈക്കും ഓഫ് ചെയ്ത് സ്പീക്കർ ചോദ്യോത്തരവേളയിലേക്ക് കടന്നു. ചോദ്യം നമ്പർ 2 ശ്രീ മുരളി പെരുന്നല്ലി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KV സ്പീക്കറുടെ പരാമർശം. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡർ ഉണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ? സമീപകാലത്തൊന്നും ഒരു സ്പീക്കറും കേൾക്കാത്ത പഴിയുമായി പ്രതിപക്ഷ നേതാവ്. അപക്വനായ സ്പീക്കർ. സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിലിരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ്. I register my strong protest. There is an impropriety in your question. VD സതീശന്റെ നിലവാരമളന്ന് മുഖ്യമന്ത്രി തന്നെ പ്രത്യാക്രമണം നയിച്ചു. നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. സർ, അതിൻ്റെ പാരമ്യത, അതിൻ്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത്. അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൾ തെളിയിക്കുന്നത്. ഇത് ബഹളത്തിനിടെ പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് തൊട്ടു മുൻപത്തെ ശാന്തതയായിരുന്നു പിന്നീട് കണ്ട 15 മിനിറ്റ്. പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ കടന്നാക്രമണം. മുഖ്യമന്ത്രി അഴിമതിക്കാരനെന്ന് പ്രതിപക്ഷ നേതാവ് മുഖത്ത് നോക്കി വിളിച്ചു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങേ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും സതീശനല്ല പിണറായി വിജയൻ, VD സതീശൻ കാപട്യത്തിന്റെ മുഖമെന്ന് രോഷാകുലനായി മുഖ്യമന്ത്രി. പിണറായി വിജയൻ ആരാണ്, VD സതീശൻ ആരാണ് എന്നതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. VD സതീശന്റെ പ്രാർത്ഥനയിൽ എന്താണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. പരസ്പരം പോരിനിറങ്ങിയതോടെ സഭയിൽ സകല നിയന്ത്രണവും വിട്ടു. മലപ്പുറം വിഷയത്തിൽ സർക്കാർ വഴങ്ങിയ അടിയന്തര പ്രമേയ ചർച്ച പോലും വേണ്ടെന്ന നിലയിലേക്ക് പ്രതിപക്ഷം പോയി. സ്പീക്കറുടെ ഡയസിൽ കയറി കയ്യാങ്കളിയായതോടെ നിയമസഭയിൽ നാണക്കേടിന്റെ മറ്റൊരു അധ്യായം കൂടി പിറന്നു. നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.